ഹലോ, നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നാണയമാണ് 50 പൈസ നാണയം. എല്ലാവരുടെയും കയ്യിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം പലരും ഇത് കളയുകയും പ്രാർത്ഥനാലയങ്ങൾക്കും മറ്റും കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി കൊടുക്കാൻ വരട്ടെ, ഇതിനും ഒരു വിലയുണ്ട്. എല്ലാറ്റിനുമല്ല, എങ്കിലും കുറച്ച് നാണയങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. മറ്റേതുകളോട് അപേക്ഷിച്ച് ഇത് തീർച്ചയായും റയറാണ്. ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഓരോ നാണയങ്ങളും 100 രൂപ റേഞ്ചിൽ നിൽക്കുന്ന സ്കാഷ് കാറ്റഗറി നാണയങ്ങൾ മാത്രമാണ്. ഞാൻ പറയാൻ പോകുന്ന നാണയങ്ങളിൽ എല്ലാം ഒന്നും എൻ്റെ കയ്യിലില്ല, അതൊക്കെ ഫോട്ടോ കാണിച്ച് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ 1988 മുതൽ 2007 വരെയാണ് ഈ ടൈപ്പ് ഓഫ് നാണയങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിലെ ആദ്യത്തെ നാണയം 1994 കൽക്കട്ട മിന്റിൽ ഇറങ്ങിയ നാണയമാണ്. ഇതിനിപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 30 രൂപ മുതൽ 60 രൂപ വരെ കിട്ടാവുന്ന ഒരു നാണയമാണ്. ഈ നാണയം നിലവിൽ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഈ നാണയം. എല്ലാവരും നന്നായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ പരിചയപ്പെടുന്ന എല്ലാ നാണയങ്ങളും ഈ ഒരു സ്ട്രക്ചറിലുള്ളതാണ്. ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ പ്രിൻ്റൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത് നാണയം. 1995 ഹൈദരാബാദ് മിന്റ് നാണയമാണിത്. ഈ നാണയവും ഇതേ റേഞ്ച്, അതായത് 50 രൂപ 60 രൂപ ആ റേഞ്ചിലാണ് UNCക്ക് വരുന്ന ഒരു വില എന്ന് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത മൂന്നാമത്തെ നാണയമാണ് 1997 കൽക്കട്ട ഹൈദരാബാദ് മിന്റ്. അതായത് 2 മിന്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന് രണ്ടെണ്ണത്തിനും സെയിം വാല്യൂ ആണ് 50 പൈസേൻ്റെ. കൽക്കട്ട മിന്റ്, ഹൈദരാബാദ് മിന്റ്. അപ്പോൾ ഇത് രണ്ടും എൻ്റെ കൈവശം ഇല്ല. ഹൈദരാബാദ് മിന്റ് ആണെങ്കിൽ വർഷത്തിന് താഴെ ഒരു സ്റ്റാർ മിന്റ് മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. കൽക്കട്ട മിന്റ് ആണെങ്കിൽ യാതൊരു മിന്റ് മാർക്കും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അടുത്ത 2003 ബോംബെ മിന്റ് മാർക്ക് നാണയമാണ്. അതിനിപ്പോൾ ഏകദേശം 30 രൂപ മുതൽ 60 രൂപ വരെ മാർക്കറ്റിൽ വിലയുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട അറിവുകൾ കമൻറ്റ് ചെയ്യുക. വളരെ തെറ്റുണ്ടെന്ന് ക്ഷമിക്കണം. അപ്പോൾ അവസാനത്തെ നാണയം 2007 ബോംബെ നോയിഡ മിന്റ് മാർക്ക് നാണയങ്ങളാണ്. അതിനും മാർക്കറ്റിൽ ഏതാണ്ട് ഇപ്പോൾ 30 രൂപ മുതൽ 60 രൂപ വരെ റേറ്റ് ഇടുന്ന സ്കാഷ് കാറ്റഗറി നാണയമാണ്. നോയിഡ മിന്റ് എന്നാൽ വർഷത്തിന് താഴെ ഒരു ഡോട്ട് മിന്റ് മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിൽ നിന്ന് ലോഗോട്ട് അടിക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു ആപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താം. അത് നിങ്ങളെ ന്യൂമിസ്മാറ്റിക് പരമായി തീർച്ചയായും സഹായിക്കും. ആപ്പിൻ്റെ പേര് കോയിനേജ് ഓഫ് ഇന്ത്യ എന്നാണ്. അത് ക്രാഫ്റ്റിഫൈ ഡെവലപ്പേഴ്സിൻ്റെ ആപ്പാണ്. ആപ്പ് പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആപ്പ് ഇൻസ്റ്റാൾ ആക്കിയാൽ ഓപ്പൺ ചെയ്ത് ബ്രിട്ടീഷ് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ, റിപ്പബ്ലിക് ഇന്ത്യ തുടങ്ങിയ കാലഘട്ടങ്ങളിലെ എല്ലാ ഇന്ത്യൻ കോയിൻസിൻ്റെയും വില, അതിൻ്റെ സ്റ്റാൻഡേർഡ്, അതിൻ്റെ ഒരു ഇങ്ങനെ വെരിഫൈഡ് ഫൈൻ UNC അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കണ്ടീഷൻ അനുസരിച്ച്. ഇപ്പോൾ തന്നെ ആപ്പ് പോയി ഇൻസ്റ്റാൾ ചെയ്യൂ. പക്ഷേ ഒരു കാര്യം മറക്കല്, എല്ലാ കോയിൻസിൻ്റെയും വില അതിനകത്ത് കറക്റ്റായിട്ട് കിട്ടില്ല. ഒരു ആവറേജ് റേറ്റിംഗ് മാത്രമുള്ള ഒരു ആപ്പാണ്. എങ്കിലും നിങ്ങളെ ആവറേജ് വെച്ചിട്ട് സഹായിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ന്യൂമിസ്മാറ്റിക് മേഖലയോട് താല്പര്യമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ റോഡ് ടു 500 സബ് ഗീവ് അവേ ഒന്നും മറക്കല്. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടുണ്ടോ എല്ലാവരും പോയി ഒന്ന് നോക്കുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ ഫോർ